എമ്പുരാനെ പൂട്ടുമെന്ന് പറഞ്ഞാൽ അടപടലം പൂട്ടിയിരിക്കും. പൃഥ്വിരാജിന് പിന്നാലെ എമ്പുരാന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. നേരത്തെ എമ്പുരാന്റെ നിർമ്മാണ പങ്കാളിയായ ഗോകുലം ഗോപാലന്റെ അസ്ഥിവാരം തോണ്ടുകയായിരുന്നു ED എങ്കിൽ ഇപ്പോൾ ഇതാ ഓരോരുത്തരെയായി എമ്പുരാന്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറക്കാരായ ഓരോരുത്തരെയായി തൂക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. 2022 ആദായ നികുതി വകുപ്പ് എടുത്ത ഒരു കേസിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നോട്ടീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും എമ്പുരാൻ തന്നെയാണ് ഈ നോട്ടീസുകളുടെ എല്ലാം പിന്നിലെന്ന് പച്ചവെള്ളം കുടിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. 2 സിനിമകൾ ലൂസിഫർ, മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിലാണ് വ്യക്തത വരുത്തേണ്ടത് എന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിനെ ചോദ്യം ചെയ്തിരുന്നു. ചില സിനിമകളുടെ സാമ്പത്തിക ഉറവിടങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് അന്ന് നടന്നതെങ്കിൽ ഇപ്പോൾ ഇതാ എമ്പുരാന്റെ വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ച്, എമ്പുരാനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള അതീവ ഗൗരവത്തിലുള്ള അന്വേഷണമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ പുറത്തുവിട്ടത് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ്. LTT ബന്ധം ഈ സിനിമയ്ക്കുണ്ടോ? ഈ സിനിമയ്ക്ക് ജിഹാദി ഫണ്ടുണ്ടോ? ഈ സിനിമയുടെ ആദ്യ പ്രൊഡ്യൂസർമാരായിട്ടുള്ള ലൈക്ക പ്രൊഡക്ഷൻസിന് LTT ബന്ധമുണ്ടായിരുന്നു. ജിഹാദി ഫണ്ട് ലൈക്ക സ്വീകരിച്ചിരുന്നു. അവസാന നിമിഷം ലൈക്ക പിന്മാറുകയും ഗോകുലം ഗോപാലൻ ആ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഇത് പരസ്പരമുള്ള ഒരു ധാരണയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നുമാണ് ഓർഗനൈസർ വ്യക്തമാക്കുന്നത്. അതുമാത്രവുമല്ല, ലൈക്ക പ്രൊഡക്ഷൻസും ഗോകുലം പ്രൊഡക്ഷൻസും തമ്മിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ലൈക്കയുടെ പേരിലുള്ള LTT ബന്ധം ഒരു പ്രശ്നമാകുമെന്ന് കണ്ട സാഹചര്യത്തിൽ ലൈക്ക പതിയെ പേരിൽ പിന്മാറുകയും ഗോകുലം പ്രൊഡക്ഷൻസ് ആ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഇതിന് രണ്ടിനും ഫണ്ട് ഇറക്കിയത് ഒരേ ഫണ്ടർമാരാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. അത് സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള അന്വേഷണം വേണമെന്നാണ് RSSന്റെ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഓരോരുത്തരെയായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓരോരുത്തരെയായി കേന്ദ്ര ഏജൻസികൾ പിടികൂടുകയാണ്. ഓരോരുത്തരെയും ചികഞ്ഞെടുക്കുകയാണ്. ഓരോ തെളിവുകളും ചികഞ്ഞെടുക്കുകയാണ്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ്സുകൾ, ബാങ്ക് ഡീറ്റെയിൽസുകൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ സ്വീകരിച്ച ഫണ്ടുകൾ, ഇവർക്ക് ഫണ്ട് നൽകിയ ആളുകൾ, ഇതൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേശവിരുദ്ധമായൊരു പ്രമേയം, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമ, രാജ്യത്തെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഇകഴ്ത്തുന്ന ഒരു സിനിമ, തീവ്രവാദ സംഘടനകളെ പുകഴ്ത്തുന്ന ഒരു സിനിമ, തീവ്രവാദികളെ വെള്ളപൂശിക്കൊണ്ട് അവർക്ക് വാഴ്ത്തുപാട്ട് പറയുന്ന ഒരു സിനിമ, ഈ പറഞ്ഞ ലോകത്തെ തന്നെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ലഷ്കർ-ഇ തോയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ വെള്ളപൂശിക്കൊണ്ട് ഒരു സിനിമ മലയാളത്തിൽ ചെയ്യുന്നു. ആ സിനിമയ്ക്ക് ആഗോള തലത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയെന്ന് നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെയൊക്കെ ഇതിൻ്റെ റവന്യൂ കാണിച്ചുകൊണ്ടാണ് ഇവർ പ്രതിരോധിക്കുന്നത്. ഇതാണ് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. ആഗോളതലത്തിൽ ഈ സിനിമയ്ക്ക് കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് പിന്നിലുള്ള ജിഹാദി ഫണ്ടിങ് ആണോ എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓരോരുത്തരെയായി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തൂക്കുന്നത്. ഒടുവിൽ ഇതാ മോഹൻലാലിൻ്റെ വലങ്കയും ഈ സിനിമയുടെ നിർമ്മാതാക്കളുടെ ആളുമായ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. 2022 ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ എന്തിൻ്റെ പേരിലാണ് പരിശോധന എന്നുള്ളത് ആർക്കും മനസ്സിലാകും. ലൂസിഫർ, മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ 2 സിനിമകളുടെ ഓവർസീസ് റൈറ്റും അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത്. മോഹൻലാലിന് ദുബായിൽ വെച്ച് 2.5 കോടി രൂപ കൈമാറിയതിലും വ്യക്തത തേടിയിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് ഫിലിംസിൽ 2022 ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം എമ്പുരാന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനും ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിരുന്നു. മുൻകാലങ്ങളിൽ അഭിനയിച്ച സിനിമകളുടെ പ്രതിഫല കാര്യത്തിൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്.
കഴിഞ്ഞ വർഷം പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും വീട്ടിലും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ നടപടിക്രമങ്ങളെന്നാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, എമ്പുരാനുമായി ബന്ധപ്പെട്ട സകല എണ്ണത്തിനെയും കേന്ദ്ര സർക്കാർ പൂട്ടിയിരിക്കും. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയൊക്കെ ഇത്രയ്ക്ക് മോശമായി ചിത്രീകരിച്ച ഒരു സിനിമയുടെ അണിയറക്കാർ അതിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും. രാജ്യത്തിലെ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിൽ കരിനിഴലിൽ നിർത്തിയ ഈ സിനിമ, ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ഹിഡൻ അജണ്ട, അത് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിനെതിരെയുള്ള ജിഹാദ് പ്രവർത്തനം പോലുമാണോ ഈ സിനിമയ്ക്ക് പിന്നിൽ എന്ന പരിശോധനയാണ് നടത്തുന്നത്. ഈ സിനിമയ്ക്ക് വിദേശ ജിഹാദ് ഫണ്ടിംഗ് ഉണ്ടോ? ഈ സിനിമയുടെ അണിയറക്കാർ ആർക്കു വേണ്ടിയാണ് ഇത്തരമൊരു സിനിമ എടുത്തത്? ഇതൊക്കെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. ഈ സിനിമയെക്കുറിച്ച് ആദ്യം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ആദ്യമായി രംഗത്ത് വന്നത് സിനിമയുടെ നിർമ്മാതാക്കളുടെ ഒരാളായ ഗോകുലം ഗോപാലനായിരുന്നു. പിന്നീട് നടൻ മോഹൻലാൽ ഖേദപ്രകടനവുമായി രംഗത്ത് വന്നു. അപ്പോൾ പോലും മറ്റുള്ള ആരും, ഈ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആരും തന്നെ ഈ സിനിമയെക്കുറിച്ച് ഒരു ഖേദപ്രകടനം നടത്താൻ തയ്യാറായിട്ടില്ല. അതുമാത്രവുമല്ല, ഈ സിനിമ ആഗോളതലത്തിൽ നേടുന്ന കളക്ഷൻ ഓരോ ദിവസവും പങ്കുവെച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഈ സിനിമയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളുകളെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഈ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് അടക്കമുള്ള ആളുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂർ വിമർശകർക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു. ഇപ്പോൾ ഇതാ ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരികയാണ്. ഗോകുലം ഗോപാലനെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും. ഗോകുലം ഗോപാലന്റെ ഗോകുലം ബിസിനസ് ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ 2 ദിവസം നടന്ന റെയ്ഡിന്റെ തുടർച്ചയായി ആണ് ഈ ചോദ്യം ചെയ്യൽ. നിരവധി നിർണായകമായ രേഖകൾ കഴിഞ്ഞ ദിവസം ഇ ഡിക്ക് ലഭിച്ചിരുന്നു. ആ രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. എമ്പുരാൻ സിനിമയ്ക്ക് പിന്നിലെ വിദേശ ഫണ്ടാണ് ഈ അന്വേഷണത്തിൻ്റെയും ഈ പരിശോധനയുടെ എല്ലാം കാതൽ എന്ന കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്.